ഹായ് ഗൈസ്, ബെൽജിയത്തിൽ നിന്ന് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവളൊത്തൊന്ന് ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ. എന്റെ കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നേ, നല്ല ചൊറിച്ചിലും വേദനയൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ കണ്ണിന് നല്ല റെസ്റ്റ് കൊടുക്കുമായിരുന്നേ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഞങ്ങള് പോർച്ചുഗലിലെ അൽപേഴ്സിയയിലുള്ള ഒരു പിക്നിക് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇത് കാണാൻ തന്നെ അതിമനോഹരമായൊരു പാർക്കാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പാർക്ക്. പിന്നെ ഇവിടെ നിറച്ച് മരങ്ങളുടെ ഷെയ്ഡും അടുത്തൊരു ലേക്കും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. ഇതിനു മുൻപ് ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ കുറേ താറാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം താറാവിനെ ഒന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിനടുത്തൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നേ, അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ഷാമിൽ കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവൻ അവളുടെ കൂടെ നിന്ന് കളിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാനും അതിനകത്ത് വലിഞ്ഞു പിടിച്ച് കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. മൈൻഡൊക്കെ റിലാക്സ് ആയ പോലെ തോന്നി. കുറേ ചിരിച്ചു, കുറേ വർത്താനം പറഞ്ഞു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതിനടുത്തുള്ള വേറെ പാർക്കിലോട്ട് പോയി കേട്ടോ. അവിടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ കാണാൻ നല്ല വിശാലതയുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു സമ്മർ ടൈമിലൊക്കെ ആൾക്കാർ കുറേ സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ കയറുന്നതിന് അങ്ങനെ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെങ്കിലും പോർച്ചുഗൽ അൽപേഴ്സിക്ക് അടുത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നൊന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഇത് കണ്ടോ, അവിടെ അടങ്ങിക്കിടന്ന മയിലായിരുന്നേ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. പീലി വിടർത്തി നിൽക്കുന്ന മയിലിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ അവിടെ അടങ്ങിക്കിടന്നുകൊണ്ടിരുന്ന സാധനം ഇങ്ങനെ പീലി വിടർത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നല്ലൊരു കാഴ്ചയായിരുന്നേ അത്. ഇവിടെ ആണെങ്കിൽ താറാവ്, കോഴി, മയില്, ഷീപ്പ്, പിന്നെ വലിയ കൊമ്പുകളുള്ള ആട്, കുതിര, ഡോങ്കി, അങ്ങനെ ചെറിയ ചെറിയ ആനിമൽസിനെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഹോഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളെല്ലാം നല്ല ഇണക്കമുള്ള മൃഗങ്ങളാണ്. കാരണം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവര് ഓടി നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നമ്മളിങ്ങനെ തലോടുമ്പോഴൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ നിന്ന് തരും കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങള് അതിനോട് ചേർന്നൊരു കഫേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു കോഫിയൊക്കെ പറഞ്ഞപ്പോൾ എന്താണ്ട് കുതിരയുടെ ലാടം പോലൊരു സാധനം, ഒരു സ്നാക്കാണ് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.